നമസ്കാരം. 2025 ജൂലൈയിൽ ജപ്പാനിൽ വലിയൊരു ദുരന്തമുണ്ടാകുമെന്ന പുതിയ ബാബ വാങ്കെ എന്നറിയപ്പെടുന്ന റിയോ തത്സുഗിയുടെ പ്രവചനം സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിരുന്നു. ജപ്പാനെയും ജപ്പാന്റെ ടൂറിസം മേഖലയെയും ഇത് തെല്ലൊന്നുമല്ല പിടിച്ചുലച്ചത്. എന്നാൽ ജൂലൈ 5 എന്ന ആ ദിവസം ഒന്നും സംഭവിക്കാതെ കടന്നുപോയപ്പോൾ പിന്നെ ട്രോളുകളുടെ പൂരമായിരുന്നു. എന്നാൽ ഇന്ന് ലോകം ഞെട്ടിയുണർന്നത് ആ വാർത്ത കേട്ടായിരുന്നു. ജൂലൈ അവസാനിക്കാൻ ഒരൊറ്റ ദിവസം ബാക്കി. ആഞ്ഞടിച്ച് സുനാമി. ഒടുവിൽ ആ പ്രവചനത്തെ ട്രോളിക്കൊന്നവർക്ക് തെറ്റി. റിയോ തത്സുഗയുടെ പ്രവചനം ഒടുവിൽ യാഥാർത്ഥ്യമായി. റഷ്യയിലെ കിഴക്കൻ മേഖലയിലെ കാംചത്ക ഉപദ്വീപിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലും റഷ്യയിലും സുനാമി തിരകൾ ആഞ്ഞടിച്ചു. സുനാമി തിരകൾ കരയിലേക്ക് കയറി. 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റഷ്യയിലുണ്ടായത്. മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട 6ാമത്തെ വലിയ ഭൂചലനം. ഏകദേശം 2000 പേർ താമസിക്കുന്ന ഒരു തുറമുഖ പട്ടണമായ സെവേറോ കുറിൽസ്ക് നിലവിൽ വെള്ളത്തിലാണ്. ഇവിടേക്ക് കടൽ ഇരച്ചു കയറി. റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ 10ഓളം രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. US അടക്കമുള്ള പല രാജ്യങ്ങളിലും ഇതിനകം സുനാമി തിരകൾ എത്തിത്തുടങ്ങി. വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോ മേഖലയിലും സുനാമി തിരകൾ എത്തിയിട്ടുണ്ട്. ഫുക്കുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു. ജപ്പാനിലും അമേരിക്കയിലും നേരത്തെ തന്നെ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. അലാസ്കയിലും ഹവായിലും US അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരപ്രദേശത്ത് ഒഴിപ്പിക്കൽ നടപടികളും ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ന്യൂസിലൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പുണ്ട്. സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ജപ്പാനിലുടനീളം 9 ലക്ഷത്തിലധികം ആളുകളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി ജപ്പാനിലെ അഗ്നിശമന സേന. ജപ്പാന്റെ പസഫിക് തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വടക്ക് ഹൊക്കൈഡോ മുതൽ തെക്ക് ഒക്കിനാവ വരെയുള്ള 133 മുനിസിപ്പാലിറ്റികളിലെ താമസക്കാർക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എത്ര പേരെ മാറ്റി പാർപ്പിച്ചുവെന്ന കാര്യത്തിൽ അധികൃതർ വ്യക്തത നൽകിയിട്ടില്ല. പ്രദേശത്ത് ഇതുവരെ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായതായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം 50 സെന്റിമീറ്റർ ഉയരമുള്ള സുനാമി തിരമാല ഇഷിനോമാക്കിയിൽ ആഞ്ഞടിച്ചതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബുധനാഴ്ചത്തെ ഭൂകമ്പത്തിന് ശേഷം ഇതുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും ഉയർന്ന തിരമാലയാണിത്. ഒരു ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന സുനാമി പ്രതീക്ഷിക്കാമെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രാരംഭ ഭൂകമ്പത്തിന് ശേഷവും ഇത്തരത്തിൽ സുനാമി തിരമാലകളും അനുബന്ധ അപകടങ്ങളും നിലനിൽക്കാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകൾ ജാഗ്രത പാലിക്കണമെന്ന് ഏജൻസി സൂചിപ്പിച്ചു. ഭൂകമ്പത്തിന് ശേഷവും 24 മണിക്കൂറിലധികം അപകട സാധ്യത തുടരുമെന്നും തീരപ്രദേശങ്ങൾ ഒഴിവാക്കാനും ഔദ്യോഗിക അപ്ഡേറ്റുകൾ പ്രകാരം ജാഗ്രത പാലിക്കാനും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രാരംഭ തിരമാല 30 സെന്റിമീറ്ററിലെത്തിയ ഹൊക്കൈഡോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ കാറിലോ കാൽനടയായോ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലാസ്കയിലെ അലൂഷൻ ദ്വീപുകൾക്ക് സുനാമി മുന്നറിയിപ്പുണ്ട്. USന്റെയും ഹവായിയുടെയും മുഴുവൻ പടിഞ്ഞാറൻ തീരവും ഇപ്പോൾ സുനാമി നിരീക്ഷണത്തിലാണ്. ആദ്യത്തെ സുനാമി തിരമാലകൾ വടക്ക് കുറിൽ ദ്വീപുകളിലെ സെവേറോ കുറിൽസ്ക് തീരത്ത് എത്തിയിരിക്കുന്നു. കാനഡ മുതൽ അലാസ്ക വരെയുള്ള USന്റെ മുഴുവൻ പടിഞ്ഞാറൻ തീരത്തും ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലിഫോർണിയയുടെ മെക്സിക്കോ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച് ഒറിഗോൺ, വാഷിംഗ്ടൺ വഴി കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ വരെയും തുടർന്ന് സൗത്ത് അലാസ്കയിലേക്കും അലാസ്ക പെനിൻസുലയിലേക്കും സുനാമി മുന്നറിയിപ്പ് ബാധകമാകുന്നു. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് അന്ധയായ ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കെ. 2ാം ലോക മഹായുദ്ധം, ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെയും സാർ ബോറിസ് മൂന്നാമന്റെയും മരണ തീയതി തുടങ്ങിയവയെല്ലാം ബാബ വാങ്കെ പ്രവചിച്ചതായി പറയപ്പെടുന്നു. എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ ബാബ വാങ്കയുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജപ്പാനീസ് മാംഗ കലാകാരിയാണ് റിയോ തത്സുഗി. ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തന്റെ പ്രവചനങ്ങൾ നടത്താറുള്ളത്. റിയോ കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് 1999 ഇവർ കൃതി പുറത്തിറക്കിയത്. ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയത്. അതിന്റെ കവർ പേജിലായിരുന്നു 2011 ദുരന്തത്തെ പറ്റിയും പറഞ്ഞത്. അങ്ങനെയെല്ലാം സത്യമാകുന്ന ഒരു പ്രവചനങ്ങൾ തന്നെയായിരുന്നു റിയോയുടേത്.